എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തീവ്രവാദം, അതായത് ഭീകരവാദം എന്ന് പറയുന്ന ഒരു പ്രശ്നം. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് തീവ്രവാദികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. പണ്ടൊക്കെ കടൽ കൊള്ളക്കാരും കള്ളക്കടത്തുകാരും ഈ തസ്കരന്മാരും മറ്റുള്ള പല ആളുകളെയും ആണ് ആളുകൾക്ക് ഭയം എങ്കിൽ ഇപ്പം തീവ്രവാദികളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ തീവ്രവാദം വളരുന്നത്? എങ്ങനെയാണ് വളരുന്നത്? എവിടെ നിന്നാണ് വളരുന്നത്? നമ്മളുടെ വീടുകളാണ് തീവ്രവാദത്തിൻ്റെ തുടക്കം. വീടുകളിലെ മറ്റുള്ള മുതിർന്ന ആളുകൾ, ചെറിയ കുട്ടികൾ അവരുടെ ജീവിതത്തെ വേണ്ട രീതിയിൽ ലീഡ് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവർക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അതായത് വിവേകബുദ്ധി ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല. മറ്റെല്ലാ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. നമ്മളെ കണക്ക്, എഞ്ചിനീയറിങ്, മെഡിക്കൽ, മറ്റുള്ള ടെക്നിക്കലായിട്ടുള്ള വിവരങ്ങൾ, പല രീതിയിലുള്ള അറിവും അവർ കിട്ടുന്നുണ്ട്. പക്ഷേ ശരിയായ ഒരു മൃഗ സ്വഭാവമുള്ള ഒരാളെ മനുഷ്യനാക്കി മാറ്റാനുള്ള ഒരു വിദ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നില്ല. കിട്ടുന്ന വിദ്യാഭ്യാസം എന്ന് പറയാനൊന്നും പാടില്ല. അതിനെ അവർ തെറ്റായ രീതിയിൽ നയിക്കുന്ന പഠനം അവർക്കതേ പഠിപ്പിക്കാൻ പറ്റൂ, അവർക്ക് അതേ അറിഞ്ഞുവിടും. അങ്ങനെ ഓരോ രാജ്യവും ഇപ്പം തീവ്രവാദികളുടെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീടും എന്ന് വേണം പറയാം. നമ്മളെ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ വീടും തീവ്രവാദത്തിൻ്റെ ഒരു കൂടാരമായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ തെറ്റായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. നമ്മളുടെ മനസ്സിൻ്റെ വിവേകബുദ്ധി ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം ഇന്ന് നിലവിലില്ല. അതുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ തീവ്ര ചിന്താഗതിയുള്ള ആളായിട്ട് മാറുന്നത്. ചെറുപ്പത്തിലൊന്നും അത് തിരിച്ചറിയാൻ കഴിയില്ല. കുറച്ച് വലുതാകുമ്പോൾ കുട്ടികൾ തീവ്രവാദികളെ മാറും. പിന്നെ കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം പറയാനില്ല, കിട്ടുന്ന പഠന വിഷയങ്ങൾ എല്ലാം വിദ്വേഷമുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അത് കുട്ടികളത് പഠിക്കും. കുട്ടി വലുതാകുന്ന സമയത്ത് കുട്ടികൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കും. പിന്നെ അത് കൂടാതെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള ലഹരികൾ, അതൊക്കെ ഈ തീവ്രവാദത്തിൻ്റെ വളം. അതുകൊണ്ട് ഈ പോക്ക് പോയാൽ ഇന്നും അരാജകത്വം ലോകം മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ, അതായത് ശരിയായ വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ സർക്കാർ ശ്രമിക്കണം. സർക്കാർ മാത്രം പോരാ, സാംസ്കാരിക പ്രവർത്തകരും വിദ്യാഭ്യാസം കൊടുക്കുന്ന പണ്ഡിതന്മാരും അതിൻ്റെ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി സിലബസ് തന്നെ മാറ്റേണ്ടി വരും.